വികസന നേട്ടങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ഉദുമ കളനാട്ടെ KH ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന തൊഴിലും വിദ്യാഭ്യാസവും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉദുമ കളനാട്ടെ KH ഹാളിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സെമിനാർ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വികസനത്തിന്റെ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഈ പദ്ധതി രൂപീകരണപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ വിജയങ്ങളിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊള്ളണം. സമൂഹങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്ന് ജനകീയാസൂത്രണ പ്രസ്ഥാനം നമുക്ക് തെളിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മുതൽ പൊതുസേവന വിതരണം മെച്ചപ്പെടുത്തുന്നത് വരെ കിട്ടിയ പ്രവർത്തനത്തിൻ്റെയും വികേന്ദ്രീകൃത തീരുമാനമെടുക്കലിൻ്റെയും ശാശ്വത പരിഹാരമാണിത്. നമ്മുടെ വികസന യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഗതി നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാം. സഹകരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും മനോഭാവത്തോടുകൂടി ഈ സെമിനാറിനെ സമീപിക്കാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെറുമൊരു രേഖയല്ല, മറിച്ച് ജില്ലയുടെ ഭാവിയിലേക്കുള്ള രൂപരേഖയാണ്. സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു റോഡ് മാപ്പ് കൂടിയാണിത്. കാസർഗോഡിന്റെ പ്രാദേശിക സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുകയും അതിന്റെ വികസന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും പുരോഗമനപരവും നീതിയുക്തവും സ്ഥിരതയുള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു പദ്ധതിയാണിതെന്നും അതിന് നൂതനവും സൃഷ്ടിപരവുമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ആസൂത്രണ പ്രക്രിയയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു. സെമിനാറിൽ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ K ശകുന്തള, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ M മനു, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാനും നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്ററുമായ K ബാലകൃഷ്ണൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗം BB രമേശൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T രാജേഷ്, ജില്ലാ ആസൂത്രണ സമിതി സർക്കാർ നോമിനി അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി S ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.